ഇസ്ലാം അല്ലാത്തവരോട് എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ മഹിത മാതൃക തിരുഹദിയിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ ശ്രവിക്കുന്നത്. അവരിലെ നന്മകൾ, അവരിൽ കാണപ്പെടുന്ന ഗുണഗണങ്ങൾ എണ്ണുന്നതും അത് പറയുന്നതും അത് അനുസ്മരിക്കുന്നതും വർജ്യമായി കണ്ടിരുന്നില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും. ബദർ യുദ്ധം തുടങ്ങുമ്പോൾ, ബദർ യുദ്ധത്തിന്റെ തുടക്കത്തിൽ അലിയെ വിളിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് ഹംസയോട് വരാൻ പറയാം, യാ അലി ഉദൂലി ഹംസ, ഹംസനെ വിളിക്കാൻ പറയാം. അപ്പം ഹംസനെ വിളിച്ച് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ ചൂണ്ടിയിട്ട് പറയാണ്, മൻ സാഹിബുൽ ജമൽ അൽ അഹ്മർ, ആ ചുവന്ന ഒട്ടകത്തിന്റെ വക്താവ് ആരാണ്? വിട്ടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തെ കാണുന്ന ഒരാളെ കാണാൻ, ശത്രുപക്ഷത്ത്, അബൂ ജഹലിന്റെ പക്ഷത്ത്. അപ്പോൾ ഹംസ നോക്കിയിട്ട് പറയാൻ, റസൂലേ അത് ഉത്ബ ഇബ്നു റബീഅയാണ്, ഉത്ബ ഇബ്നു റബീഅയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇൻ യകും ഫി അഹദിൻ മിനൽ ഖൗമി ഖൈറുൻ ഫഇൻദ സാഹിബിൽ ജമലിൽ അഹ്മർ, ആ മുശ്രിക്കിന്റെ പടയിൽ ആരുടെ അടുക്കലെങ്കിലും വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് ഇൻദ സാഹിബിൽ ജമലിൽ അഹ്മർ, ആ ചുവന്ന ഒട്ടകത്തിന്റെ വക്താവിന്റെ അടുക്കലാണ്. ഉത്ബ ഇബ്നു റബീഅയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇൻ തസ്മഊഹു യർഷുദു, ഉത്ബയെ ആ സൈനികർ കേൾക്കുകയാണ് എങ്കിൽ അവർ തൻ്റെ അടികളായി, വിവേകത്തിന്റെ വക്താക്കളായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നീട് ചരിത്രം നമ്മളോട് പറയുന്നത്. ഉത്ബ ഇബ്നു റബീഅ അബൂ ജഹലിനോട് കൂട്ടരോട് പറയുന്നുണ്ട്, നമ്മളൊരിക്കലും ഒരു ഏറ്റുമുട്ടലിന് നിൽക്കണ്ട മുഹമ്മദിനോടും കൂട്ടരോടും സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് മടങ്ങാം, അതാണ് വിവേകം എന്നൊക്കെ ഉത്ബ ഇബ്നു റബീഅ പറയുന്നുണ്ട്. പക്ഷേ അബൂ ജഹൽ ഇത് കേട്ടപ്പോൾ, ഉത്ബ നീ അല്ലാത്തവരാണ് ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ അവന്റെ തല ഞാൻ ചതക്കുമായിരുന്നു, ഉത്ബ നിന്റെ കൽബ് ഭീതിയാൽ നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അബൂ ജഹൽ ഉത്ബയെ ആക്ഷേപിക്കുകയും ആളുകൾക്കിടയിൽ മോശമാക്കി ചിത്രീകരിക്കുകയും ചെയ്തു. അതോടുകൂടി ഉത്ബ ഇബ്നു റബീഅയുടെ ഫഖർ, അഭിമാനരോഷം അത് ഉയരുകയും, ഞാനല്ല ഭീരു, നീയാണ് ഭീരു, ആരാണ് ഭീരു എന്നുള്ളത് ഇവിടെ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ തൻ്റെ ധീരത തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്ബ ഇബ്നു റബീഅ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ ദൊന്ന യുദ്ധത്തിന് വെല്ലുവിളിച്ചത്. അങ്ങനെയാണ് പിന്നെ ദൊന്ന യുദ്ധം ഉണ്ടാകുന്നത്. ദൊന്ന യുദ്ധത്തിൽ ഉത്ബയും ഷൈബയും വലീദും അവരാണ് ശത്രുപക്ഷത്ത് നിന്ന് ദൊന്ന യുദ്ധത്തിന് ഇറങ്ങിയത്. എന്നിട്ട് മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചത്. ഈ ഉത്ബ ഉബൈദയോടും ഷൈബ ഹംസയോടും വലീദ് അലിയോടും ദൊന്ന യുദ്ധം നടത്തി ബദറിൽ. ഉത്ബ കൊല്ലപ്പെട്ടു, ഉബൈദ ഉത്ബയെ വധിക്കേണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ പറഞ്ഞത്, ആ കൂട്ടരിൽ വല്ലവരുടെ പക്കലും ഖൈറുണ്ട് എങ്കിൽ അത് സാഹിബുൽ ജമൽ അൽ അഹ്മർ, ചുവന്ന ഒട്ടകത്തിന്റെ വാക്താവിന്റെ അടുക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിച്ച് പറഞ്ഞില്ലേ? അത് അയാളുള്ള ഒരു നന്മയുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിച്ച് പറഞ്ഞതാണ്.